വയനാട് ദുരന്തം നടക്കുന്നു. എല്ലാവരും, ലോകത്തെങ്ങുമുള്ള മലയാളികൾ ദുരന്തബാധിതരെ സഹായിക്കാൻ ഓടിയെത്തുന്നു. അങ്ങനെ സഹായിക്കുന്ന ഘട്ടത്തിൽ സർക്കാർ ഒരു കാര്യം പറഞ്ഞു: എല്ലാവരും സർക്കാരിലേക്ക് പണം നൽകുക. സർക്കാർ അവർക്ക് വീട് വെച്ച് നൽകും, അവരെ സംരക്ഷിക്കും, വയനാട്ടിൽ തന്നെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കും, അവരെ എല്ലാവരെയും ഒന്നിച്ച് താമസിപ്പിക്കും. അതാണ് അവരുടെ ആഗ്രഹം, ഒന്നിച്ച് താമസിക്കണം എന്ന്. അത് സാക്ഷാത്കരിക്കും സർക്കാർ. അത് സർക്കാർ മാത്രമല്ല, ലോകത്തെങ്ങുമുള്ള മലയാളികൾ കൂടെ നിൽക്കണം. എല്ലാവർക്കും വീടുകൾ സ്പോൺസർ ചെയ്യാം. 20 ലക്ഷം രൂപ ഒരു വീടിന്. എത്ര വീടാണോ നൽകുന്നത് ആ തുക 20 ലക്ഷം വീതമുള്ള തുക തന്നാൽ മതി. സ്ഥലവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ ഒരുക്കും. വീടിൻ്റെ തുക സ്പോൺസർ ചെയ്യാം. ഇതായിരുന്നു സർക്കാർ ആദ്യം മുതൽ എടുത്ത നിലപാട്. അതിനോട് യോജിച്ചു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ലീഗ് പിന്മാറി. അവർ സ്വന്തമായി സ്ഥലം വാങ്ങി സ്വന്തമായി വീട് വെച്ച് നൽകും എന്ന് പറഞ്ഞു. എന്തിന് അത് ചെയ്തു? അത് ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായി അവരെ പ്രത്യേക സ്ഥലത്ത് താമസിപ്പിക്കുന്നതിന് വേണ്ടിയാണോ എന്ന ചർച്ചയും സംശയവും അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. എല്ലാവരും ഒന്നിച്ച് താമസിച്ച ഒരു സ്ഥലത്ത് അവിടെ മതമില്ല. ദുരന്തത്തിന് എന്തു മതം? അങ്ങനെ മതമില്ലാതെ ദുരന്തത്തെ അഭിമുഖീകരിച്ചവർ, അവരെ വീണ്ടും വിവിധ മതക്കാരായി വിഭജിക്കാനാണോ മുസ്ലിം ലീഗ് അങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്ന ചർച്ച ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. പക്ഷെ ആരും എതിർത്തില്ല. മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. വീട് വേണ്ടാത്തവർ എഴുതി നൽകിയാൽ മതി, അവർക്ക് 15 ലക്ഷം രൂപ നൽകും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. അങ്ങനെ മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് 100ഓളം കുടുംബങ്ങൾ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപയും സ്വീകരിച്ച് മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് അവർ പോയി. 50ഓളം വീടുകൾ മുസ്ലിം ലീഗ് നിർമ്മിച്ച് കൈമാറിക്കഴിഞ്ഞു. ശേഷിക്കുന്ന വീടുകൾ എത്രയും വേഗം നിർമ്മിക്കും എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ പണി പോലും ആരംഭിച്ചില്ല എന്നത് മറ്റൊരു കാര്യം. എന്തായാലും പണം വാങ്ങിപ്പോയവർ ആശങ്കയിലാണ്. അവർ തിരിച്ച് സർക്കാരിനെ സമീപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അതിനിടയിലാണ് കോൺഗ്രസ് പിൻവാങ്ങിയത്. കോൺഗ്രസ് പിൻവാങ്ങുക മാത്രമല്ല, അവർ സ്വന്തമായി പണം പിരിക്കുമെന്നും വീട് വെച്ച് നൽകുമെന്നും പ്രഖ്യാപിച്ചു. അന്നത്തെ KPCC പ്രസിഡന്റ് കെ. സുധാകരൻ പറഞ്ഞു, ഒരാളും പണം നൽകരുത് സർക്കാരിന്. KPCCക്ക് സ്വന്തമായ ആപ്പുണ്ട്, സ്വന്തമായ പരിപാടിയുണ്ട്, സ്വന്തമായ സംവിധാനമുണ്ട് എന്ന്, അതിലേക്ക് പണം നൽകിയാൽ മതി എന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റാണ്. അതോടുകൂടി പോഷക സംഘടനകൾ, അധ്യാപകർ, സർക്കാർ ജീവനക്കാർ, കോൺഗ്രസിനെ അനുകൂലിക്കുന്നവർ പണം നൽകാൻ തയ്യാറായില്ല. എല്ലാവരും കോൺഗ്രസിൻ്റെ ഫണ്ടിലേക്ക് പണം നൽകി. ആ പണം 5,38,00,000 മാത്രം മതിയോ? ഈ ചോദ്യമാണ് അന്ന് തന്നെ ഉയർന്നത്, ഇന്നും ഉയർന്നത് അതുതന്നെയാണ്. അതേസമയം ഇടതുപക്ഷ സംഘടനകൾ, ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടികളുടെ പോഷക സംഘടനകൾ ഒരു തീരുമാനമെടുത്തു: മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുക എന്ന്. അങ്ങനെ ഇടതുപക്ഷ സംഘടനകൾ, പ്രത്യേകിച്ച് CPM സംഘടനകൾ മാത്രം നൽകിയത് 200 കോടിയോളം രൂപയാണ്. 200 കോടിയോളം രൂപ. അതിൻ്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. DYFI നൽകിയിരിക്കുന്നത് 20,44 ലക്ഷം രൂപ. നേരത്തെ പറഞ്ഞതുപോലെ ആക്രിപെറുക്കി വിറ്റുണ്ടാക്കിയ പൈസയാണ്. ഒരു നയാ പൈസ ആരോടും വാങ്ങിയില്ല. അധ്വാനിച്ചുണ്ടാക്കിയ പൈസ 20,44 ലക്ഷം രൂപ. അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് 1,05 ലക്ഷം രൂപ പിരിച്ച് KPCCയെ ഏൽപ്പിച്ചത് എന്നോർക്കണം. അതോടൊപ്പം CPIMന്റെ ബാങ്ക് ജീവനക്കാരുടെ സംഘടന ബെഫി നൽകിയത് 2.25 കോടി. അധ്യാപക സംഘടനയായ KSTA നൽകിയത് 2.16 കോടി. ജീവനക്കാരുടെ സംഘടനയായ NGO യൂണിയൻ നൽകിയത് 1.35 കോടി. കേരള കർഷക സംഘം, കർഷകരുടെ സംഘടന നൽകിയത് 1,05 ലക്ഷം രൂപ. CITU നൽകിയത് 1 കോടി രൂപ. ജനാധിപത്യ മേഖല അസോസിയേഷൻ നൽകിയത് 25 ലക്ഷം രൂപ. SFI നൽകിയത് 25 ലക്ഷം രൂപ. CPIM ഭരണത്തിലുള്ള സഹകരണ ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് നൽകിയത് 110 കോടി രൂപ. 110 കോടി രൂപ. CPIM മന്ത്രിമാർ, ജനപ്രതിനിധികൾ നൽകിയത് 1,05 ലക്ഷം രൂപ. ആകെ ഇതെല്ലാം കൂട്ടിയാൽ തന്നെ 144 കോടി 5 ലക്ഷം രൂപയായി. ഇത് റെക്കോർഡ് കണക്കുള്ള തുകയാണ്. 144 കോടി 5 ലക്ഷം രൂപ നൽകി. അതോടൊപ്പം വിവിധ സംഘടനകൾ, പ്രത്യേകിച്ച് ഗൾഫിലുള്ള CPMനെ അനുകൂലിക്കുന്ന സംഘടനകൾ, മാസ് പോലെയുള്ള സംഘടനകൾ നൽകിയിരിക്കുന്നത് 40 ലക്ഷം രൂപയാണ്. മാസ് മാത്രം നൽകിയത്. മറ്റ് സംഘടനകളും പണം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് ഏകദേശം
200 കോടിയോളം രൂപ CPIMന്റെ പോഷക സംഘടനകൾ നൽകിയിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക്. CPIMന്റെ പോഷക സംഘടനകൾ മാത്രം. CPIM മെമ്പർമാരോട്, അംഗങ്ങളോട് ആഹ്വാനം ചെയ്തത് എല്ലാവരും സ്വന്തം നിലയിൽ ദുരിതാശ്വാസ നിധിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണം എന്നാണ്. അങ്ങനെ ഏകദേശം 200 കോടിയിലധികം രൂപയാണ് CPIMുമായി ബന്ധപ്പെട്ട സംഘടനകൾ നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. അപ്പോഴാണ് കോൺഗ്രസിന്റെ 5,38,00,000 എന്ന് പറയുന്നത്. ഈ കണക്ക് എന്നത് പച്ചക്കള്ളമാണ്. ഈ കണക്ക് KPCC പ്രസിഡന്റ് പുറത്തുവിട്ട കണക്ക് വൻ തട്ടിപ്പാണ്, വൻ അഴിമതിയാണ് ഇതിന് പിറകിൽ നടന്നിരിക്കുന്നത്. അത് പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. വിശദമായ പരിശോധനയും അന്വേഷണം ഇത് സംബന്ധിച്ച് നടക്കണം. സ്വാഭാവികമായും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ടതാണ്. എന്ത് തന്നെയായാലും ഇത്തരമൊരു കൊള്ള, ഇത് കോൺഗ്രസിന്റെ അനുഭാവികളിൽ നിന്ന് മാത്രം പിരിക്കുന്ന പണമല്ല. ദുരന്തത്തെ വിറ്റ് അവരുടെ കണ്ണീര് കാണിച്ച് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണമാണ്. ആ പണത്തിന്റെ കണക്ക് പറഞ്ഞേ തീരൂ. അതല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ അവർക്ക് ലഭിക്കണം. കാരണം 500ഓളം പേരുടെ ജീവൻ വിറ്റ കാശാണ് ഇവർ തട്ടിയെടുത്തിരിക്കുന്നത്. അതുപയോഗിച്ചാണ് ഇവർ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. അതുപയോഗിച്ചാണ് ഇവർ സ്വന്തം നിലയിൽ വീടുകളിലേക്ക് കൊണ്ടുപോയത്. പച്ചയ്ക്ക് നടത്തിയ അഴിമതിയാണ്. അഴിമതി നടത്തിയവർ ആരായാലും അവരെ പുറത്തു കൊണ്ടുവന്നേ തീരൂ. ഭാവി നടപടികൾ ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ വീണ്ടും വരേണ്ടതുണ്ട്.